പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞ് ചൈനയും. ഇതാദ്യമായി ജെയ്ഷെ മുഹമ്മദിനെ പേരെടുത്തു പറഞ്ഞു വിമർശിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൌൺസിൽ പ്രമേയം ചൈന ഒപ്പുവെച്ചു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് നടത്തിയ പുൽവാമ സ്ഫോടനത്തെ അപലപിക്കുന്നു എന്ന പ്രമേയത്തിലാണ് ചൈന ഒപ്പുവെച്ചത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഈ പ്രമേയത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ കൗൺസിൽ പുൽവാമ സ്ഫോടനം ഇന്നലെ ചർച്ചയ്ക്കെടുത്തു. അതിനുശേഷം പ്രമേയം പാസാക്കി. പ്രമേയത്തിൽ വളരെ കൃത്യമായി, വളരെ ശക്തമായ ഭാഷയിൽ സ്ഫോടനത്തെ അപലപിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ എന്ന പേരും ജെയ്ഷെ മുഹമ്മദിന്റെ പേരും ഇത് പ്രമേയത്തിൽ പരാമർശിച്ചു എന്നതാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് നടത്തിയ പുൽവാമ സ്ഫോടനത്തെ അപലപിക്കുന്നു എന്നാണ് ആ പ്രമേയത്തിലെ വരികൾ തന്നെ പറയുന്നത്. അത്യന്തം ഹീനവും ഭീരുത്വം നിറഞ്ഞതുമായ നടപടിയാണ് ഉണ്ടായത്. ഇതിനെതിരെ എല്ലാ അംഗരാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്നും പ്രമേയത്തിൽ പറയുന്നു. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് സുരക്ഷാ കൗൺസിലിലെ സ്ഥിര അംഗമായ ഫ്രാൻസ് ആണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ മറ്റൊരു സ്ഥിര അംഗമായ ചൈന ഇതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. കാരണം സാധാരണഗതിയിൽ പാകിസ്ഥാനെയോ ജെയ്ഷെ മുഹമ്മദിനെയോ പരാമർശിക്കുന്ന പ്രസ്താവനകളിലൊന്നും ചൈന ഒപ്പുവെക്കാറില്ല. ഇത്തരം പ്രമേയങ്ങൾ കൊണ്ടുവരുന്നത് എതിർത്ത് തോൽപ്പിക്കുകയാണ് പതിവ്. 2006-ലും 2017-ലും 2016-ലും ഇന്ത്യ ഇത്തരം ഒരു നീക്കം നടത്തിയപ്പോഴൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ചൈന വളരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രതിരോധിക്കുകയും അങ്ങനെ പാകിസ്ഥാനെ രക്ഷിക്കുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി, നിലപാട് മാറ്റിയിരിക്കുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനത്തെ അപലപിച്ചുകൊണ്ട് ചൈനയും ഒപ്പുവെച്ചിരിക്കുന്നു. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന ഇന്ത്യയുടെ ആവശ്യം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്നത് എപ്പോഴും ഒരു ചൈനയുടെ എതിർപ്പ് കൊണ്ടുകൂടിയാണ്. ഇനി അതിൽ കൂടി മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു ആദ്യ നീക്കമാണിത്. ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദത്തെയും ജെയ്ഷെ മുഹമ്മദിനെയും ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനെയും ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കം സജീവമാക്കാൻ ഇതുവഴി കഴിയും. ശരി, വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. പൊന്നിലെ കള്ളക്കളി. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ച് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ഒരു മൊത്ത വിതരണക്കാരൻ കൂടി ഒളിക്യാമറയിൽ കുടുങ്ങി. തൃശൂരിലെ ഐറൺ ഗോൾഡ് എന്ന ജ്വല്ലറിയിലെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. മൊത്തമായും ചില്ലറയായും സ്വർണ്ണ വിൽപ്പന നടത്തുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ബില്ലില്ലാതെ യഥേഷ്ടം സ്വർണം ലഭിക്കും. മറ്റൊരു ജ്വല്ലറിയിലെ നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ചില്ലറ വിൽപ്പനയും മൊത്ത വിൽപ്പനയും നടത്തുന്ന തൃശൂരിലെ ഐറൺ ജ്വല്ലറിയിലാണ് ഇക്കുറി ഞങ്ങളുടെ ഒളിക്യാമറ ഓപ്പറേഷൻ. മൊത്ത വിതരണക്കാരാണെങ്കിലും ചില്ലറ വിൽപ്പനയും സമാന്തരമായി നടക്കുന്ന സ്ഥാപനമാണ് തൃശൂർ നഗരമധ്യത്തിലെ ഐറൺ ജ്വല്ലറി. ഒരേ കെട്ടിടത്തിൽ ഹോൾസെയിൽ വിഭാഗവും റീറ്റെയിൽ വിഭാഗവും രണ്ട് ഭാഗത്തായി പ്രവർത്തിക്കുന്നു. ആദ്യം ഞങ്ങൾ ചെന്നത് ഹോൾസെയിൽ വിഭാഗത്തിൽ. വലിയ അളവിൽ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ റീറ്റെയിൽ വിഭാഗത്തിലേക്ക് പറഞ്ഞുവിട്ടു. ഒരു നെക്ലേസും ഒരു വളയും ഉൾപ്പെടെ 52 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. പണിക്കൂലി ഉൾപ്പെടെ 1,67,199 രൂപ. %3 GST ആയ 5,015 രൂപയും കൂടി ചേർത്ത് 1,72,214 രൂപ രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലഭിച്ചു. ഇതാണ് ഇവിടുത്തെ ബില്ല്. കടയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പണമടയ്ക്കുന്നതിന് മുൻപ് നികുതി ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ മാനേജർ ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാവുകയും ചെയ്തു. പോണ സമയത്ത് ഗവൺമെന്റ് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് 10-15 രൂപ മാർജിൻ ഉണ്ടാണ്. 5,000 കുറച്ച് തരാമെന്ന് പറഞ്ഞു. മറ്റാകുമ്പോൾ 20 ശരിയാണ്. 20-25 രൂപ വ്യത്യാസം വരുന്നുണ്ട്. 10 രൂപ വേണമെങ്കിൽ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. GST കട്ടിയാണെങ്കിൽ കട്ടാക്കി തരാം. അല്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാര്യം പറഞ്ഞ് ചെയ്യുക, പറയാതെ ചെയ്യണതിൽ അർത്ഥമില്ലല്ലോ. നേരത്തെ നൽകിയിരുന്ന പേപ്പർ തിരികെ വാങ്ങി GST തുക എഴുതിയിരുന്നത് വെട്ടിക്കളഞ്ഞ് തിരികെ നൽകി. നികുതിയും കണക്കുമില്ലാതെയാണ് കച്ചവടമെന്നത് ഒരു വിഷയം. എന്നാൽ GST നൽകാൻ തയ്യാറായവരിൽ നിന്നും ഈടാക്കുന്ന നികുതി സർക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ പേപ്പറാണ് രേഖയെങ്കിൽ നികുതി എത്തേണ്ടിടത്ത് എത്തില്ല എന്നുറപ്പ്.
ഇനി യഥാർത്ഥ ബില്ല് നൽകിയാലും അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയാനും സംവിധാനമില്ല. GST നിയമത്തിലെ പഴുതുകളാണ് അതിന് കാരണം. നികുതി വെട്ടിച്ചുള്ള കള്ളക്കച്ചവടം എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. പിരിക്കുന്ന നികുതി യഥാർത്ഥത്തിൽ സർക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നതും വിഷയമാണ്. തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം ഇന്നു പുലർച്ചെ 3 കേസുകളിലായി 1 കോടിയോളം രൂപയുടെ സ്വർണം പിടികൂടി. ആകെ 3.25 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. 2.5 കിലോ സ്വർണം ഇന്റർനാഷണൽ അറൈവൽ ടെർമിനലിലെ സ്ത്രീകൾക്കുള്ള ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇത്തിഹാദ് വിമാനത്തിൽ അബുദാബിയിൽ നിന്ന് വന്ന പാലക്കാട് സ്വദേശിയിൽ നിന്ന് 1 കിലോ സ്വർണം പിടിച്ചെടുത്തു. പാസ്ത മേക്കറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. മൂന്നാമത്തെ സംഭവത്തിൽ 1/4 കിലോ സ്വർണം തൊടുപുഴ സ്വദേശിയിൽ നിന്നും പിടിച്ചു. ആകെ 3.25 കിലോ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. കേരളത്തിൽ BJPക്ക് ചരിത്ര വിജയമുണ്ടാകുമെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ധൈര്യമുണ്ടെങ്കിൽ ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വെല്ലുവിളി. ശബരിമലയുടെ പേരിൽ കേരളത്തെ കലാപഭൂമിയാക്കാൻ BJP ശ്രമിച്ചപ്പോൾ UDF അതിന് കൂട്ടുനിന്നുവെന്നും കോടിയേരി വിമർശിച്ചു. കേരളത്തിൽ BJP ഇത്തവണ 0-ൽ നിന്ന് വലിയ മുന്നേറ്റമുണ്ടാക്കും, അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളം BJP ഭരിക്കും എന്നാണ്. ഇത്ര ആത്മവിശ്വാസം നരേന്ദ്രമോദിക്കുണ്ടെങ്കിൽ, എല്ലാ സ്ഥലത്തും ജയിക്കുമെന്നാണ് കേരളത്തിലെന്ന് നരേന്ദ്രമോദി കാണുന്നുണ്ടെങ്കിൽ, മിസ്റ്റർ മോദി, നിങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾക്കൊള്ളുന്ന ഈ പത്തനംതിട്ടയിൽ വന്ന് മത്സരിക്കാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? RSSകാർ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അതിനവർക്ക് സാധിക്കുമോ? വെറുതെ ബഡായി അടിച്ച് BJPക്കാരെ വ്യാമോഹത്തിൽപ്പെടുത്തരുത്. അവരെങ്ങനെയോ ഇവിടെ കഴിഞ്ഞു കൂടിക്കോട്ടെ. BJPക്കാരെ ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കാമെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അത്തരം കലാപം ഉണ്ടാക്കാനൊന്നും ഈ കേരളത്തിൽ കഴിയില്ല. ചെങ്കടലായി കേരള സംരക്ഷണ യാത്ര. CPIM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഇടതുപക്ഷ ജാഥ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു. പുന്നപ്ര വയലാറിന്റെ മണ്ണിലെത്തിയ കേരള സംരക്ഷണ ജാഥയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ജില്ലയിൽ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ മാന്നാർ പഞ്ചായത്തിലായിരുന്നു ആദ്യ സ്വീകരണം. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, കേരള സംരക്ഷണ ജാഥയ്ക്ക് എത്രത്തോളം സ്വീകരണമാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ലഭിച്ചത്? പ്രിയ, പുന്നപ്ര വയലാറിന്റെ നാട്ടിൽ ഗംഭീരമായ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം എത്തിയ ജാഥയ്ക്ക് ലഭിച്ചത്. ചെങ്ങന്നൂർ അസംബ്ലി മണ്ഡലത്തിന്റെ ഭാഗമായ മാന്നാറിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDF തെക്കൻ മേഖലാ സംരക്ഷണ യാത്ര ഇനി 2 നാളായിരിക്കും ഐതിഹാസികമായ ചരിത്ര സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുന്നപ്ര വയലാറിന്റെ മണ്ണിലുണ്ടാകുക. ഇന്ന് രാവിലെ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചാരുമൂടിലാണ് ആദ്യ സമ്മേളനം നടക്കുക, ജാഗ്രത സമ്മേളനം നടക്കുക. അല്പസമയത്തിനകം സമ്മേളനം ആരംഭിക്കും. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം കായംകുളത്താണ് രണ്ടാമത്തെ പര്യടനം ഇന്ന് നടക്കുക. അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയായിരിക്കും. അതിനുശേഷം ഹരിപ്പാട് മണ്ഡലത്തിലെ ജാഥ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ആലപ്പുഴയും അമ്പലപ്പുഴയും സംയുക്തമായിട്ട് ആലപ്പുഴ നഗരത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകുക. എന്തായാലും ആലപ്പുഴ ജില്ലയിലെത്തിയ ജാഥയ്ക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന തരത്തിലാണ് സ്വീകരണം നൽകിയിരിക്കുന്നത്. കാര്യം അത്രത്തോളം ജനപങ്കാളിത്തമാണ് നമുക്ക് ആ ജാഥയുടെ സ്വീകരണ വേളയിൽ പോലും കാണാൻ സാധിക്കുക. അതിനുശേഷം സ്റ്റോർമുക്കിൽ നടന്ന സമ്മേളനത്തിലും 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഏതാണ്ട് 3 മണി മുതൽ തന്നെ ജാഥയെ വരവേൽക്കാനായിട്ട് സ്ത്രീകളടക്കമുള്ളവർ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് വൈകി 9 മണിയോടുകൂടി സമ്മേളനം സമാപിച്ചപ്പോഴും വളരെ തിങ്ങി നിറഞ്ഞ സദസ്സിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും അത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചാരുമൂട്ടിലും ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ 10,000-കണക്കിന് വരുന്ന തൊഴിലാളികളും കർഷക തൊഴിലാളികളും CPM-ന്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും നേതാക്കളും അടക്കമുള്ളവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കോടിയേരി നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് വമ്പിച്ച സ്വീകരണം നൽകിയ ആലപ്പുഴ ജില്ല. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ ഇന്നും കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. നാദാപുരം കല്ലാച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന കേരള സംരക്ഷണ യാത്ര കൊയിലാണ്ടിയിൽ 2ാം ദിവസത്തെ പര്യടനം അവസാനിപ്പിക്കും. ആവേശകരമായ സ്വീകരണമാണ് ജില്ലയിൽ ജാഥയ്ക്ക് ലഭിക്കുന്നത്.
വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര ഇന്നും കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. നാദാപുരം മണ്ഡലത്തിലെ കല്ലാച്ചിയിലാണ് ആദ്യ സ്വീകരണം. ഉച്ചകഴിഞ്ഞ് ആയഞ്ചേരി, വടകര എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം രണ്ടാം ദിവസത്തെ യാത്ര കൊയിലാണ്ടിയിൽ സമാപിക്കും. ശനിയാഴ്ചയും കോഴിക്കോട് ജില്ലയിലാണ് ജാഥ പര്യടനം നടത്തുക. ആദ്യ ദിനം കോഴിക്കോട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം ശ്രദ്ധേയമായി. ജാഥ ലീഡർ കാനം രാജേന്ദ്രനൊപ്പം ജാഥാംഗങ്ങളായ എം വി ഗോവിന്ദൻ മാസ്റ്റർ, സി കെ നാണു MLA, ഷെയ്ഖ് പി ഹാരിസ്, അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ, എ പി അബ്ദുൽ വഹാബ്, CR വത്സലൻ, അഡ്വക്കേറ്റ് പി വസന്തം, ഷാജി കടമല, അഡ്വക്കേറ്റ് MJ ജോസഫ്, നജീം പാലക്കണ്ടി തുടങ്ങിയ ജാഥാംഗങ്ങളും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാരാഷ്ട്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കിസാൻ സഭ ആരംഭിച്ച ലോങ് മാർച്ച് വിജയം. ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് മഹാരാഷ്ട്ര സർക്കാർ എഴുതി നൽകിയതോടെ കർഷകർ ലോങ് മാർച്ച് അവസാനിപ്പിച്ചു. മന്ത്രി ഗിരീഷ് മഹാജന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പ് നൽകിയത്. ആദ്യ ലോങ് മാർച്ച് കഴിഞ്ഞ് ഒരു വർഷത്തോളമായിട്ടും ഉറപ്പുകൾ നടപ്പാക്കാൻ മഹാരാഷ്ട്രയിലെ BJP സർക്കാർ തയ്യാറാകാത്തതോടെയാണ് കർഷകർ വീണ്ടും മാർച്ച് ആരംഭിച്ചത്. 27-ന് മഹാരാഷ്ട്ര നിയമസഭ വളയാനായിരുന്നു കർഷകരുടെ തീരുമാനം. കളം പിടിക്കാൻ മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമബംഗാൾ. ഏറ്റവും വലിയ മൂന്നാം ഒറ്റകക്ഷിയായി BJPയോടും കോൺഗ്രസിനോടും ഒരുപോലെ വിലപേശാനാണ് മമതയുടെ ശ്രമം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി ബംഗാളിൽ നേട്ടമുണ്ടാക്കി മറികടക്കാൻ BJP ലക്ഷ്യമിടുന്നു. വർഗീയ പ്രചരണം തന്നെയാണ് ഇവിടെയും മാർഗം. ജനകീയ വിഷയങ്ങൾ ഉയർത്തി നടത്തിയ സമരങ്ങൾ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് CPIM. 2011 സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ മമതാ ബാനർജിയുടെ ഭരണം ഓരോ നിമിഷവും സിദ്ധാർത്ഥ് ശങ്കർ റേയുടെ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ജനാധിപത്യ കശാപ്പിന്റെ പൊതുപരീക്ഷണങ്ങൾ നടത്തുന്ന തൃണമൂൽ ഭരണത്തിന് വോട്ടുകൊണ്ട് മറുപടി നൽകാനൊരുങ്ങുകയാണ് ബംഗാൾ. 42 സീറ്റുകളുള്ള ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടി തൃണമൂൽ മൃഗീയ വിജയം സ്വന്തമാക്കി. ദേശീയ തലത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റകക്ഷിയായി കോൺഗ്രസുമായും BJPയുമായും ഒരേപോലെ വിലപേശാമെന്നാണ് മമത കരുതുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ റാലി നടത്തിയതും നേതൃസ്ഥാനം ലക്ഷ്യമിട്ടു തന്നെ. മുൻപ് BJPക്കും കോൺഗ്രസിനുമൊപ്പം കേന്ദ്രത്തിൽ കൂടെ നിന്ന മമത തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങോട്ടും മറിയാം. 2018 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൃണമൂൽ അട്ടിമറിച്ചത് തിരിച്ചടി ഭയന്നായിരുന്നു. ഇക്കുറി ഈ തിരിച്ചടി യാഥാർത്ഥ്യമായേക്കും. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ നിലപാട് മുസ്ലിം വോട്ടുകൾ അനുകൂലമാകാൻ തൃണമൂലിനെ സഹായിച്ചേക്കും. സീറ്റ് എണ്ണത്തിൽ ഇടിവുണ്ടായെങ്കിലും കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനത്തിൽ CPIM രണ്ടാമതുണ്ട്. ജനകീയ വിഷയങ്ങൾ ഉയർത്തി നടത്തിയ സമരങ്ങൾ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസ് വിഷയത്തിൽ BJPയെയും തൃണമൂലിനെയും തുറന്നുകാട്ടിയതും കേസ് നടത്തിയതും ഇടതുമുന്നണിക്ക് ഗുണമാകും. സംഘടനാ അടിത്തറയും വീണ്ടും കെട്ടിപ്പടുത്തു തുടങ്ങിയിരിക്കുന്നു. ഫെബ്രുവരി 3 നടന്ന പീപ്പിൾസ് ബ്രിഗേഡ് ഇതിന്റെ സൂചനയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ബംഗാളിൽ മുന്നേറ്റമുണ്ടാക്കി ഒരു പരിധിവരെയെങ്കിലും നികത്താമെന്നാണ് BJPയുടെ ചിന്ത. എന്നാൽ മോദി തരംഗമാഞ്ഞടിച്ച 2014 പോലും BJPക്ക് 16% വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 22 സീറ്റാണ് ലക്ഷ്യം. BJP വളർച്ചയുണ്ടാക്കുകയാണെങ്കിൽ തൃണമൂൽ വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടാകും. വർഗീയ പ്രചരണം വഴി ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുന്ന തന്ത്രം BJP ബംഗാളിൽ സജീവമാക്കിയിട്ട് കുറച്ചുകാലമായി. 2017 ഏപ്രിലിലെ നവമി ആഘോഷത്തിലെ സംഘർഷം, രഥയാത്രാ രാഷ്ട്രീയം, മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള പൗരത്വ ഭേദഗതി ബിൽ ഇവയെല്ലാം വോട്ടിന് വേണ്ടിയുള്ള വർഗീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെ. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് കോൺഗ്രസും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ആര് വാഴും ആര് വീഴുമെന്ന കാര്യത്തിൽ പലരും പലപക്ഷം പിടിക്കുമെങ്കിലും ബംഗാളിൽ ഇത്തവണ പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒറ്റപക്ഷമേ ഉള്ളൂ. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യം മത്സരിക്കുന്ന 75 സീറ്റുകളിൽ ധാരണയായി. 3 സീറ്റുകൾ അജിത് സിംഗിന്റെ RLDക്ക് നൽകും. റായ്ബറേലി, അമേത്തി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യമാകും ഉണ്ടാവുക എന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ പൂർണ്ണ വിരാമമായി.
മായാവതിയുടെ BSP 38ഉം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 37 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. ഓരോ പാർട്ടികളും ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കുകയെന്ന പട്ടിക ഇന്ന് പുറത്തുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലും യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരിലും SP സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ലക്നൌ, കാൺപൂർ, അലഹബാദ്, ഝാൻസി തുടങ്ങി നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലും SP ആണ് മത്സരിക്കുക. ആഗ്ര, നോയിഡ, മീററ്റ്, അലിഗഡ്, സഹരൻപൂർ തുടങ്ങിയ വടക്കൻ ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളിൽ BSP സ്ഥാനാർത്ഥികൾ മത്സരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലും പാർട്ടി തനിച്ചു മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും അവസാന നിമിഷം സഖ്യമുണ്ടാകുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പുതിയ പ്രഖ്യാപനത്തോടെ ഈ സാധ്യത പൂർണ്ണമായും അവസാനിച്ചു. ഇതോടുകൂടി ഉത്തർപ്രദേശിൽ SP BSP സഖ്യവും BJPയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. അതേസമയം മായാവതിയുമായുള്ള സഖ്യത്തെ എതിർത്ത് BSP നേതാവ് മുലായം സിംഗ് യാദവ് രംഗത്ത് വന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി സീറ്റിനായി UDFൽ തർക്കം മുറുകുന്നു. സീറ്റ് തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ. 26-ന് കൊച്ചിയിൽ നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പോലെ ഇടുക്കി സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന നിലപാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്. എന്നാൽ നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിനിടയിലാണ് ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് അർഹതപ്പെട്ടതാണെന്നും ഇക്കാര്യം നേരത്തെ തന്നെ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ജോണി നെല്ലൂർ ആവർത്തിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സീറ്റ്. ഞങ്ങൾക്ക് ഒരു പാർലമെന്റ് സീറ്റ് വേണം എന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് ആ തീരുമാനം ഞങ്ങൾ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അനൗപചാരികമായ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഔപചാരികമായുള്ള ചർച്ച 26-ാം തീയതി ഉച്ചയ്ക്ക് ആണ് നടത്തുന്നത്. ആ ചർച്ചയിൽ ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയാം, സീറ്റുമായി ഉള്ള ചർച്ച അത് വിജയകരമായി തന്നെ പോകും. ഞങ്ങൾക്ക് സീറ്റ് ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് അയോഗ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 3 സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെയും 2 സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും ആവശ്യം ന്യായമാണെന്നും UDF സംസ്ഥാന സെക്രട്ടറി കൂടിയായ ജോണി നെല്ലൂർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിച്ച് മിന്നൽ ഹർത്താൽ നടത്തിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായേക്കും. ഡീൻ കുര്യാക്കോസ് ഫേസ്ബുക്കിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത തെളിവുകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് UDFന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ NK കമറുദ്ദീൻ, കൺവീനർ A ഗോവിന്ദൻ നായർ എന്നിവർക്ക് കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ചത്. ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങൾ സഹിതം വിശദമായ സത്യവാങ്മൂലവും സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. കാസർഗോഡ് പെരിയ കൊലക്കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിറക്കി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ് അന്വേഷണ സംഘത്തലവൻ, മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ്, കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ നസലീം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായി കണ്ടെത്തിയ 7 പേരെ പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തതായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് അറിയിച്ചു. പെരിയ കൊലക്കേസിൽ നേരിട്ട് പങ്കാളികളായതായി കരുതുന്ന DYSPമാരും ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്നത് ഞായറാഴ്ച രാത്രിയിലാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ മുഖ്യപ്രതി A പീതാംബരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടൊപ്പം മറ്റു പ്രതികളെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റിലായ പീതാംബരനെയും സജി ജോർജിനെയും ഓസ്തൂർക്ക് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. പെരിയ എച്ചിലടക്കം സ്വദേശികളും പീതാംബരന്റെ സുഹൃത്തുക്കളുമായ സുരേഷ്, അനിൽകുമാർ, അശ്വിൻ, ശ്രീരാഗ്, ഗിജിൻ എന്നിവരാണ് ഒടുവിൽ അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളെല്ലാം കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്നും അന്വേഷണം തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് പറഞ്ഞു. 5 പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായി ഇൻവോൾവ് ആണ്. അപ്പോൾ അതിനെ ബാക്കിയുള്ളവരെ കുറിച്ച് അന്വേഷിച്ചു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. എല്ലാ ഫാക്റ്റുകളും അന്വേഷിച്ചുകൊണ്ടാണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ തുടരും തീർച്ചയായിട്ടും. പ്രതികൾ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ അക്രമം നടന്ന സ്ഥലത്തിന് സമീപത്തുള്ള പൊട്ടക്കിണറ്റിൽ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിച്ചു. കേസ് CBI അന്വേഷിക്കണമെന്ന കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കശ്മീരി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പുൽവാമ തീവ്രവാദി ആക്രമണത്തിന് ശേഷം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കശ്മീരി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ നൽകാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ എൽ.എൻ. റാവു, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സാഹിത്യ അക്കാദമിക്കു നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. അക്രമത്തെ അപലപിച്ച് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും പുക്കാസയും രംഗത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനത്തേക്ക് കടന്നുകയറി കേരളത്തിലെ മുഴുവൻ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും നേരെ അസഭ്യവർഷമടക്കമുള്ള പ്രകടനം നടത്തിയത്. കേരള സാഹിത്യ അക്കാദമിക്കു നേർക്കു നടന്ന കയ്യേറ്റ ശ്രമത്തെ മുഖ്യമന്ത്രി ശക്തമായി അപലപിച്ചു. കേരള സാഹിത്യ അക്കാദമി മലയാള സാംസ്കാരിക ലോകത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവിടെ ചെന്ന് സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള ശക്തികൾ സാഹിത്യകാരന്മാരെ അധിക്ഷേപിച്ചത് അത്യന്തം ഹീനമാണ്. എഴുത്തുകാരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അക്രമങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കാസർഗോഡ് സംഭവത്തെ കേരളത്തിലെ പുരോഗമന സമൂഹം ഒറ്റക്കെട്ടായി അപലപിച്ചതും പ്രതിഷേധിച്ചതുമാണ്. എന്നിട്ടും പ്രകോപനമുണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് കോൺഗ്രസിന്റെ സാഹിത്യ അക്കാദമി അതിക്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അപലപിച്ചു. ഗൌരി ലങ്കേഷിനെയും കൽബുർഗിയെയും ദബോൽക്കറയും ഗോവിന്ദ് പൻസാരയെയും ഇല്ലാതാക്കിയ സംഘപരിവാർ ഫാസിസ്റ്റ് രീതി കേരളത്തിലെ കോൺഗ്രസുകാർ പിന്തുടരുന്നത് ഭൂഷണമല്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കാസർഗോഡ് നടന്ന കൊലപാതകത്തിൽ എഴുത്തുകാരും കലാകാരന്മാരും അടക്കമുള്ള മുഴുവൻ കേരള ജനതയും നടുക്കവും പ്രതിഷേധവും രേഖപ്പെടുത്തി കഴിഞ്ഞതാണെന്നും ഉചിതമായ അന്വേഷണം നടത്തി പ്രതികളിൽ ഭൂരിഭാഗവും പിടിയിലായി കഴിഞ്ഞ ഈ സമയത്ത് അന്തരീക്ഷം കലുഷിതമായി നിൽക്കണമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ പ്രസ്താവനയിൽ പറഞ്ഞു. കൊലപാതക പരമ്പര സൃഷ്ടിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് അക്കാദമി ആക്രമണത്തിന് പിന്നിലുള്ളത്. ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷം പങ്കുവഹിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ് അക്കാദമിയിൽ കയറി അക്രമം നടത്തിയത്. കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നിരപരാധികളായ ആയിരക്കണക്കിന് സിഖ് വംശജരുടെ തലയോടുകൾ ഹൈക്കമാൻഡിന്റെ അലമാറയിൽ സൂക്ഷിക്കുന്നവരും ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ സ്വന്തം പ്രവർത്തകരെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്ന പാർട്ടിയുമാണ് ഇത്തരം ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചതായി പരാതി. റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ അടിപ്പാത മുതൽ ലിസി ജംഗ്ഷൻ വരെയുള്ള 30 സെന്റോളം ഭൂമിയാണ് കൈയേറിയിരിക്കുന്നത്. കോടതി ഉത്തരവുണ്ടായിട്ടും കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാനോ ഏറ്റെടുക്കാനോ കൊച്ചി നഗരസഭ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. രാഷ്ട്രീയ സ്വാധീനവും പണവും ഉപയോഗിച്ച് നഗരസഭയെയും ഉദ്യോഗസ്ഥരെയും ഇവർ വിലക്കെടുത്തിരിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വർഷങ്ങളായി നിയമയുദ്ധത്തിൽ കിടക്കുന്ന സർക്കാർ ഭൂമിയുടെ അതിരുപരമ്പുകളാണ് ഇവ. ഇന്നിവിടെ അതിരുകളില്ല. സ്വകാര്യ വ്യക്തികൾ ഇവയെല്ലാം തങ്ങളുടേതാക്കി മാറ്റി മതിൽ കെട്ടിക്കഴിഞ്ഞു. നോർത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ലിസി ജംഗ്ഷനിലേക്കുള്ള പ്രധാന റോഡായി മാറേണ്ട ഭാഗമാണ് ഇന്ന് കയ്യേറ്റം മൂലം ഇടവഴിയായി ചുരുങ്ങിയത്. പണ്ട് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിലെ കാറും വണ്ടികളും എല്ലാം സഞ്ചാരയോഗ്യമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇതിൻ്റെ വലത്തെ സൈഡുകളിൽ മുഴുവൻ ഏകദേശം 50 സെന്റോളം പലരും പുറമ്പോക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം വെക്കേറ്റ് ചെയ്തെടുക്കാൻ കളക്ടറുടെ ഓർഡർ പോലും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഓർഡർ മേടിച്ചു കഴിയുമ്പോൾ പല ഇൻഫ്ലുവൻസുകളും വെച്ചിട്ട് ഈ സംഗതി നടക്കാതിരിക്കുകയാണ്. പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാൻ കൊച്ചി നഗരസഭ തയ്യാറാകാത്തതോടെ പ്രദേശവാസികൾ തന്നെ പ്രതിഷേധവും നിവേദനവുമായി ഇറങ്ങി. ഒടുവിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയും വാങ്ങി. എന്നിട്ടും കോടതി ഉത്തരവ് നടപ്പാക്കാതെ നഗരസഭയും അധികൃതരും കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുകയാണ്. ഈ പുറമ്പോക്ക് അളന്നു തിട്ടപ്പെടുത്തി നൽകുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. സെക്രട്ടറിയെ കണ്ടപ്പോൾ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത്. മറ്റ് മേയറും കൗൺസിലറും ആരും തന്നെ ഈ വിഷയത്തിൽ യാതൊരുവിധ ശുഷ്കാന്തിയും കാണിക്കുന്നില്ല. ജനങ്ങളുടെ ഈ വഴിയിൽ മാലിന്യം നിറഞ്ഞും ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റില്ല. ഈ സാമൂഹ്യ വിരുദ്ധന്മാരും മറ്റും ഈ ഏരിയയിൽ ഇങ്ങനെ തമ്പടിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ത്രീകൾക്കോ ഈ വഴി ഇരുട്ടിക്കഴിഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ല. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ് ഈ പ്രദേശമെന്നും നാട്ടുകാർ പറയുന്നു. ലിസി ആശുപത്രിയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുമുള്ള പ്രധാന വഴിയായി ലഭിക്കേണ്ട ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ നഗരസഭയുടെ മൗനാനുവാദത്തോടെ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
വ്യത്യസ്തമായ വിഷയാവതരണവുമായി ഇഹിത എന്ന ഷോർട്ട് ഫിലിം 3 പേരുടെ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമ കണ്ണൂർ സ്വദേശിയായ സനക് മോഹനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ചിത്രീകരിച്ച ഷോർട്ട് ഫിലിം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന്. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? ഇല്ല, നോക്കുന്നുണ്ട്. എന്നെ കേട്ടാവോ? ഇങ്ങനെയാണെന്ന് നാട്ടുകാർ അറിഞ്ഞ നിങ്ങൾക്കില്ലാത്തത് എന്തിനാ എനിക്ക്? ഇഹിത എന്നാൽ ആഗ്രഹമെന്നാണ് അർത്ഥം. പോലീസ് ഉദ്യോഗസ്ഥരായ 2 പേരുടെയും ഒരു വേശ്യാസ്ത്രീയുടെയും ആഗ്രഹങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് ചിത്രം. ഡ്യൂട്ടിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന വേശ്യാസ്ത്രീയും നായക കഥാപാത്രമായ രാജീവുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. VN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കണ്ണൂർ സ്വദേശിയായ സനക് മോഹനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹമാണ് സനക് മോഹനെ ഈ ഹ്രസ്വചിത്രത്തിലേക്ക് എത്തിച്ചത്. സ്ത്രീകളുടെ ഒരു വിഷയം കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഫിലിം ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്തത്. 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം ഒരു രാത്രിയും പകലുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജിലു ജോസഫ്, ശ്യാം കൃഷ്ണൻ, ശ്രീനാഥ് എന്നിവരാണ് കഥാപാത്രങ്ങളായി എത്തുന്നത്. അക്ഷയ് വഞ്ചിയത്താണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ. സത്യജിത് റേ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉൾപ്പെടെ നിരവധി ഫിലിം ഫെസ്റ്റുകളിൽ ചിത്രം ഇതിനോടകം തന്നെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ ഷൂട്ടിങ്ങിനിടെ കല്ലാർകുട്ടി അണക്കെട്ടിൽ അപകടത്തിൽപ്പെട്ട താരത്തെ രക്ഷപ്പെടുത്തി. വെള്ളത്തിലാണ്ടുപോയ നടൻ അഷ്കർ സൗദാനെ സഹതാരങ്ങളും അണിയറ പ്രവർത്തകരും 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. MR രതീഷ് രാജു സംവിധാനം ചെയ്യുന്ന 3ാം പ്രളയത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അഷ്കർ സൗദാൻ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ നടക്കുന്ന ഷൂട്ടിങ്ങിനിടെയാണ് കയർ കാലിൽ കുരുങ്ങി താരം വെള്ളത്തിൽ ആണ്ടുപോയത്. അപകടം മനസ്സിലാക്കിയ സംവിധായകൻ രതീഷ് രാജു, നിർമ്മാതാവ് ദേവസ്യ കുര്യാക്കോസ്, സഹതാരം ബേസിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് നടനെ രക്ഷപ്പെടുത്തിയത്. അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ഷൂട്ടിംഗ് തുടരുമെന്ന് നടനും അണിയറ പ്രവർത്തകരും വ്യക്തമാക്കി. ചിത്രത്തിലെ നായകനായ അഷ്കർ ഉൾപ്പെടുന്ന താരങ്ങളും അണിയറ പ്രവർത്തകരും 15 ദിവസത്തെ ഷൂട്ടിങ്ങിനായാണ് കല്ലാർകുട്ടിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കും. അദ്ദേഹം വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് തന്നെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ജിടെക്കിന്റെ വിവിധ പ്രോഗ്രാമുകളുടെ ലോഞ്ചിംഗ് കോഴിക്കോട് നടന്നു. അവധിക്കാല കോഴ്സുകൾ ഉൾപ്പെടുത്തി IT മാജിക്കും കരിയർ പ്ലസും വിദ്യാർത്ഥികൾക്കായി ജിടെക് ഒരുക്കിയിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്ന സർട്ടിഫിക്കറ്റ് ഇനി വിദ്യാർത്ഥികൾക്കും ലഭ്യമാകും. സർട്ടിഫിക്കറ്റിന്റെ ലോഞ്ചിംഗ് ജിടെക് സൗത്ത് ഇന്ത്യ ഡയറക്ടർമാരുടെ യോഗത്തിൽ SCCAയുടെ ഇന്ത്യ ഹെഡ് ഖുഷ് അഹൂജ നിർവഹിച്ചു. IABയുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാം CEO ജാൻ ജാക്ക് ലോഞ്ച് ചെയ്തു. മാധ്യമ വിദ്യാർത്ഥികളുമായി കേരള മീഡിയ അക്കാദമി നടത്തുന്ന മാധ്യമ ചരിത്രയാത്ര ആരംഭിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നെയ്യാറ്റിൻകരയിലെ ജന്മഗൃഹം മുതൽ തലശ്ശേരി ഇല്ലിക്കുന്ന് ഗുണ്ടഡ് ഭവനം വരെയാണ് ചരിത്രയാത്ര നടത്തുന്നത്. യാത്ര സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള പത്രപ്രവർത്തക യൂണിയനും PRDയുമായി സഹകരിച്ചാണ് മീഡിയ അക്കാദമി മാധ്യമ ചരിത്രയാത്ര സംഘടിപ്പിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നെയ്യാറ്റിൻകരയിലെ ജന്മഗൃഹം മുതൽ ആദ്യ മലയാള പത്രം പിറന്നു വീണ തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ട് ഭവനം വരെയാണ് ചരിത്രയാത്ര നടക്കുന്നത്. പരിപാടി സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശബ്ദിക്കാൻ സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിന്റെ അടിത്തറയാണ് മാധ്യമങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരികയും സമൂഹത്തിന്റെ അഭിപ്രായ രൂപീകരണം നടത്തുകയും നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നമ്മുടെ നേതൃത്വത്തിന്റെ പേരാണ് മാധ്യമങ്ങൾ. അവിടെയാണ് മാധ്യമ ചരിത്രയാത്രയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത്. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം.
ചരിത്രമാണെന്ന് എല്ലാ കാലത്തും എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അഭയ കേന്ദ്രമായിട്ട് കാണാം. എല്ലാ കാലത്തും ഏത് കാലത്തും സംഭവിച്ചൊരു കാര്യത്തെ അന്നത്തെ കാലത്ത് നിന്ന് അന്വേഷിക്കുകയോ കാണുകയോ ചെയ്യുന്നതിന് പകരം ഇന്ന് നിന്ന് അതിനെ അളക്കുക. മാധ്യമപ്രവർത്തകരും മാധ്യമ വിദ്യാർത്ഥികളുമാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. സാധുജന പരിപാലിനി പത്രം നടത്തിയിരുന്ന അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂരിലെത്തി യാത്രാംഗങ്ങൾ ആദരവ് സമർപ്പിക്കും. തുടർന്ന് വക്കത്തെത്തി സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമയായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയും കായിക്കരയിലെത്തി വിവേകോദയം പത്രം നടത്തിയിരുന്ന കുമാരനാശാനെയും അനുസ്മരിക്കും. ശേഷം മാർച്ച് 1 മാധ്യമ ചരിത്രയാത്ര അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ ഷൂട്ടിങ്ങിനിടെ കല്ലാർകുട്ടി അണക്കെട്ടിൽ അപകടത്തിൽപ്പെട്ട താരത്തെ രക്ഷപ്പെടുത്തി. വെള്ളത്തിൽ ആണ്ടുപോയ നടൻ അഷ്കർ സൗദാനെ സഹതാരങ്ങളും അണിയറ പ്രവർത്തകരും 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. MR രതീഷ് രാജു സംവിധാനം ചെയ്യുന്ന 3ാം പ്രളയത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അഷ്കർ സൗദാൻ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ നടക്കുന്ന ഷൂട്ടിങ്ങിനിടെയാണ് കയർ കാലിൽ കുരുങ്ങി താരം വെള്ളത്തിൽ ആണ്ടുപോയത്. അപകടം മനസ്സിലാക്കിയ സംവിധായകൻ രതീഷ് രാജു, നിർമ്മാതാവ് ദേവസ്യ കുര്യാക്കോസ്, സഹതാരം ബേസിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് നടനെ രക്ഷപ്പെടുത്തിയത്. അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ഷൂട്ടിംഗ് തുടരുമെന്ന് നടനും അണിയറ പ്രവർത്തകരും വ്യക്തമാക്കി. ചിത്രത്തിലെ നായകനായ അഷ്കർ ഉൾപ്പെടുന്ന താരങ്ങളും അണിയറ പ്രവർത്തകരും 15 ദിവസത്തെ ഷൂട്ടിങ്ങിനായാണ് കല്ലാർകുട്ടിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നടനും MP-യുമായ സുരേഷ് ഗോപി ബ്രാൻഡ് അംബാസിഡറാകുമെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ. കൊച്ചി മെട്രോയുടെ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികളിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് മാത്രമാണ് സുരേഷ് ഗോപി അറിയിച്ചത്. മറിച്ചുള്ള വാർത്തകൾ തെറ്റാണെന്നും KMRL ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. മെട്രോ യാത്രക്കാരുടെ വിവരശേഖരണത്തിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ സിനിമാ താരവും രാജ്യസഭാ MP-യുമായ സുരേഷ് ഗോപി പങ്കെടുത്ത് സംസാരിച്ചതിന് പിന്നാലെയാണ് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാർത്ത പുറത്തുവന്നത്. സുരേഷ് ഗോപി കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നുവെന്നായിരുന്നു വാർത്ത. പിന്നാലെ KMRL ഫേസ്ബുക്കിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തി. കൊച്ചി മെട്രോയുടെ ആതിഥ്യം സ്വീകരിച്ച് സുരേഷ് ഗോപി കൊച്ചി മെട്രോയുടെ ഓഫീസിൽ വന്നിരുന്നു. കൊച്ചി മെട്രോയുടെ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികളിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഔദ്യോഗിക ഘടകങ്ങൾ ഒന്നും തന്നെ ഈ തീരുമാനത്തിലില്ല. ഇത് സംബന്ധിച്ചാണ് കൊച്ചി മെട്രോ MD മുഹമ്മദ് ഹനീഷ് മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. തികച്ചും അനൌദ്യോഗികമായ പ്രതികരണം മാത്രമായിരുന്നു ഇതെന്നും KMRL അറിയിച്ചു. മെട്രോ യാത്രികരുടെ എണ്ണം, ഇവർ ഉപയോഗിക്കുന്ന വാഹന സൗകര്യങ്ങൾ തുടങ്ങി മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് പഠനവിധേയമാക്കുന്നതാണ് KMRLന്റെ പുതിയ പദ്ധതി. ഇതിൽ സഹകരിക്കാമെന്ന സുരേഷ് ഗോപി MPയുടെ വാഗ്ദാനമാണ് KMRL സ്വീകരിച്ചത്. ഇതാണ് തെറ്റിദ്ധാരണയുണ്ടാക്കിയതും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് വനഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദാംശങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിൽ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കൃത്യമായ കണക്ക് അടിയന്തരമായി നൽകണം. ഉത്തരവിനെതിരായ എതിർപ്പ് പരിഗണിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ യോഗം വിളിക്കാൻ സാധ്യത. വനാവകാശ കേസിൽ ആദിവാസികൾക്ക് തിരിച്ചടിയായ വിധിക്ക് കാരണം സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ മൗനമായിരുന്നു. 16 സംസ്ഥാനങ്ങളിലെ 10 ലക്ഷത്തിലധികം കുടുംബങ്ങളെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് വിധിയുടെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നവരുടെ വിവരശേഖരണത്തിന് കേന്ദ്ര ഗിരിവർഗകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ. വനാവകാശ നിയമപ്രകാരം രാജ്യത്ത് 19 ലക്ഷം ആദിവാസികൾക്ക് പട്ടയം നൽകിയതായാണ് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള കണക്ക്. ഓരോ സംസ്ഥാനത്തും പട്ടയം നിഷേധിച്ചത് എത്ര പേർക്ക്, ഇതിൽ ആദിവാസികളും അല്ലാത്തവരും എത്ര പേർ, എന്തുകൊണ്ട് പട്ടയം നിഷേധിച്ചു തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കാൻ മന്ത്രാലയ സെക്രട്ടറി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. വൻതോതിൽ ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഉത്തരവിനെതിരെ സാധ്യമായ എല്ലാ നടപടികളും പരിശോധിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിവരങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി ചർച്ച ചെയ്യാൻ സംസ്ഥാനങ്ങളുടെ യോഗവും വിളിക്കും. കേരളത്തിൽ നിന്ന് 894 പേരാണ് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. ജൂലൈ 24 മുൻപ് ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന കോടതി ഉത്തരവിനെതിരെ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും വലിയ മൂന്നാം ഒറ്റക്കക്ഷിയായി ബിജെപിയോടും കോൺഗ്രസിനോടും ഒരുപോലെ വിലപേശലാണ് മമതയുടെ ശ്രമം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി ബംഗാളിൽ നേട്ടമുണ്ടാക്കി മറികടക്കാൻ ബിജെപി ലക്ഷ്യമിടുന്നു. വർഗീയ പ്രചരണം തന്നെയാണ് ഇവിടെയും മാർഗം. ജനകീയ വിഷയങ്ങൾ ഉയർത്തി നടത്തിയ സമരങ്ങൾ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് CPIM. 2011 സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ മമതാ ബാനർജിയുടെ ഭരണം ഓരോ നിമിഷവും സിദ്ധാർത്ഥ് ശങ്കർ റേയുടെ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ജനാധിപത്യ കശാപ്പിന്റെ പൊതുപരീക്ഷണങ്ങൾ നടത്തുന്ന തൃണമൂൽ ഭരണത്തിന് വോട്ടുകൊണ്ട് മറുപടി നൽകാനൊരുങ്ങുകയാണ് ബംഗാൾ. 42 സീറ്റുകളുള്ള ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടി തൃണമൂൽ മൃഗീയ വിജയം സ്വന്തമാക്കി. ദേശീയ തലത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റക്കക്ഷിയായി കോൺഗ്രസുമായും BJPയുമായും ഒരേപോലെ വിലപേശാമെന്നാണ് മമത കരുതുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ റാലി നടത്തിയതും നേതൃസ്ഥാനം ലക്ഷ്യമിട്ടു തന്നെ. മുൻപ് BJPക്കും കോൺഗ്രസിനുമൊപ്പം കേന്ദ്രത്തിൽ കൂടെ നിന്ന മമത തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങോട്ടും മറിയാം. 2018 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൃണമൂൽ അട്ടിമറിച്ചത് തിരിച്ചടി ഭയന്നായിരുന്നു. ഇക്കുറി ഈ തിരിച്ചടി യാഥാർത്ഥ്യമായേക്കും. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ നിലപാട് മുസ്ലിം വോട്ടുകൾ അനുകൂലമാകാൻ തൃണമൂലിനെ സഹായിച്ചേക്കും. സീറ്റ് എണ്ണത്തിൽ ഇടിവുണ്ടായെങ്കിലും കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനത്തിൽ CPIM രണ്ടാമതുണ്ട്. ജനകീയ വിഷയങ്ങൾ ഉയർത്തി നടത്തിയ സമരങ്ങൾ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസ് വിഷയത്തിൽ BJPയെയും തൃണമൂലിനെയും തുറന്നുകാട്ടിയതും കേസ് നടത്തിയതും ഇടതുമുന്നണിക്ക് ഗുണമാകും. സംഘടനാ അടിത്തറയും വീണ്ടും കെട്ടിപ്പടുത്തു തുടങ്ങിയിരിക്കുന്നു. ഫെബ്രുവരി 3 നടന്ന പീപ്പിൾസ് ബ്രിഗേഡ് ഇതിന്റെ സൂചനയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി ബംഗാളിൽ മുന്നേറ്റമുണ്ടാക്കി ഒരു പരിധിവരെയെങ്കിലും നികത്താമെന്നാണ് BJPയുടെ ചിന്ത. എന്നാൽ മോദി തരംഗമാഞ്ഞടിച്ച 2014 പോലും BJPക്ക് 16% വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 22 സീറ്റാണ് ലക്ഷ്യം. BJP വളർച്ചയുണ്ടാക്കുകയാണെങ്കിൽ തൃണമൂൽ വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടാകും. വർഗീയ പ്രചരണം വഴി ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുന്ന തന്ത്രം BJP ബംഗാളിൽ സജീവമാക്കിയിട്ട് കുറച്ചുകാലമായി. 2017 ഏപ്രിലിലെ നവമി ആഘോഷത്തിലെ സംഘർഷം, രഥയാത്രാ രാഷ്ട്രീയം, മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള പൗരത്വ ഭേദഗതി ബിൽ ഇവയെല്ലാം വോട്ടിനു വേണ്ടിയുള്ള വർഗീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെ. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് കോൺഗ്രസും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ആര് വാഴും ആര് വീഴുമെന്ന കാര്യത്തിൽ പലരും പലപക്ഷം പിടിക്കുമെങ്കിലും ബംഗാളിൽ ഇത്തവണ പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒറ്റപക്ഷമേയുള്ളൂ. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യം മത്സരിക്കുന്ന 75 സീറ്റുകളിൽ ധാരണയായി. 3 സീറ്റുകൾ അജിത് സിംഗിന്റെ RLDക്ക് നൽകും. റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യമാകും ഉണ്ടാവുകയെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ പൂർണ്ണവിരാമമായി. മായാവതിയുടെ BSP 38ഉം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 37 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. ഓരോ പാർട്ടികളും ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കുകയെന്ന പട്ടിക ഇന്ന് പുറത്തുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലും യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരിലും SP സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ലക്നൌ, കാൺപൂർ, അലഹബാദ്, ഝാൻസി തുടങ്ങി നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലും SP-യാണ് മത്സരിക്കുക. ആഗ്ര, നോയിഡ, മീററ്റ്, അലിഗഡ്, സഹരൻപൂർ തുടങ്ങിയ വടക്കൻ ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങളിൽ BSP സ്ഥാനാർത്ഥികൾ മത്സരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലും പാർട്ടി തനിച്ചു മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും അവസാന നിമിഷം സഖ്യമുണ്ടാകുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പുതിയ പ്രഖ്യാപനത്തോടെ ഈ സാധ്യത പൂർണ്ണമായും അവസാനിച്ചു. ഇതോടുകൂടി ഉത്തർപ്രദേശിൽ SP-BSP സഖ്യവും BJPയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. അതേസമയം മായാവതിയുമായുള്ള സഖ്യത്തെ എതിർത്ത് BSP നേതാവ് മുലായം സിംഗ് യാദവ് രംഗത്ത് വന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി സീറ്റിനായി UDFൽ തർക്കം മുറുകുന്നു. സീറ്റ് തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ. 26-ന് കൊച്ചിയിൽ നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പോലെ ഇടുക്കി സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന നിലപാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്. എന്നാൽ നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിനിടയിലാണ് ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് അർഹതപ്പെട്ടതാണെന്നും ഇക്കാര്യം നേരത്തെ തന്നെ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ജോണി നെല്ലൂർ ആവർത്തിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സീറ്റ്. ഞങ്ങൾക്ക് ഒരു പാർലമെന്റ് സീറ്റ് വേണം എന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് ആ തീരുമാനം ഞങ്ങൾ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അനൗപചാരികമായ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഔപചാരികമായുള്ള ചർച്ച 26-ാം തീയതി ഉച്ചയ്ക്ക് ആണ് നടത്തുന്നത്. ആ ചർച്ചയിൽ ഒരു കാര്യം ഞാൻ നിസ്സംശയം പറയാം. സീറ്റുമായി ഉള്ള ചർച്ച അത് വിജയകരമായി തന്നെ പോകും. ഞങ്ങൾക്ക് സീറ്റ് ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് അയോഗ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 3 സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെയും 2 സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും ആവശ്യം ന്യായമാണെന്നും UDF സംസ്ഥാന സെക്രട്ടറി കൂടിയായ ജോണി നെല്ലൂർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാസർഗോഡ് പെരിയ കൊലക്കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിറക്കി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ് അന്വേഷണ സംഘത്തലവൻ, മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ്, കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ സലീം എന്നിവരും അന്വേഷണ സംഘത്തിനുണ്ട്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായി കണ്ടെത്തിയ 7 പേരെ പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തതായി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് അറിയിച്ചു. പെരിയ കൊലക്കേസിൽ നേരിട്ട് പങ്കാളികളായതായി കരുതുന്ന ഡിവൈഎസ്പിമാരും ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്നത് ഞായറാഴ്ച രാത്രിയിലാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ മുഖ്യപ്രതി A. പീതാംബരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടൊപ്പം മറ്റു പ്രതികളെയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റിലായ പീതാംബരനെയും സജി ജോർജിനെയും ഓസ്തൂർക്ക് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. പെരിയ എച്ചിലടക്കം സ്വദേശികളും പീതാംബരന്റെ സുഹൃത്തുക്കളുമായ സുരേഷ്, അനിൽകുമാർ, അശ്വിൻ, ശ്രീരാഗ്, ഗിജിൻ എന്നിവരാണ് ഒടുവിൽ അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളെല്ലാം കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്നും അന്വേഷണം തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് പറഞ്ഞു. 5 പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ അതിനെ ബാക്കിയുള്ളവരെ കുറിച്ച് അന്വേഷിച്ചു വരുന്നു. കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. എല്ലാ ഫാക്റ്റുകളും അന്വേഷിച്ചുകൊണ്ടാണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ തുടരും. തീർച്ചയായിട്ടും. പ്രതികൾ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ അക്രമം നടന്ന സ്ഥലത്തിന് സമീപത്തുള്ള പൊട്ടക്കിണറ്റിൽ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീടുകൾ സന്ദർശിച്ചു. കേസ് CBI അന്വേഷിക്കണമെന്ന കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.